ഹലോ എവ്രി വൺ, വെൽക്കം ടു മമ്മ കൂൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രണ്ട് ആക്ടിവിറ്റീസാണ്. ഇത്രയും കാലം ഞാൻ ചെയ്ത ആക്ടിവിറ്റീസിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം പല്ല് തേക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ പല്ല് തേക്കാൻ ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനോടൊരു ഇഷ്ടം വരുത്താൻ വേണ്ടിയിട്ട് കൂടി ഈ ആക്ടിവിറ്റീസ് സഹായിക്കും. അതുമാത്രമല്ല, കുഞ്ഞുങ്ങളെ ഒരുപാട് സമയം എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ സഹായിക്കും. സംസാരിക്കാൻ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ബോഡി പാർട്സ് പഠിപ്പിക്കാൻ വേണ്ടി ഈ ആക്ടിവിറ്റി സഹായിക്കും. ഒരുപാട് പുതിയ വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി ഈ ആക്ടിവിറ്റി സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഈ ആക്ടിവിറ്റി സഹായിക്കും. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ബ്രഷിങ് ആക്ടിവിറ്റിയാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു മൗത്തിൻ്റെ പടം വരച്ചെടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ഇടുക. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും നന്നായിരിക്കും, കാരണം അതൊന്ന് ലോക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതൊന്നുമില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ ഇടുന്നത്. ഇനി നമുക്ക് ഈ പല്ലിൻ്റെ ഉള്ളിൽ കറകളും അഴുക്കുകളും കീടാണുവിനെയൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യിക്കുവാണെങ്കിലും അതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഒരുപാടധികം സംസാരിക്കണം. ഇപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ നമുക്ക് പല്ലിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം, ചുണ്ടിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ ബ്രഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അതെങ്ങനെ ചെയ്യിക്കണം എന്ന് അവരെ മനസ്സിലാക്കിക്കാം. നമ്മുടെ സംസാരിക്കാൻ വൈകിയാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ കണ്ടു നോക്കിയാൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും കേട്ടോ. ഇനി ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് ഇതിനെക്കുറിച്ച് ഒരുപാടധികം കാര്യങ്ങൾ പറഞ്ഞു. നാളെ രാവിലെ പാച്ചു പല്ല് തേച്ചിട്ട് ഫുഡ് കഴിക്കും. എല്ലാ ദിവസവും പല്ല് തേച്ചിട്ട് തന്നെ കഴിക്കുന്ന അവന് ബ്രഷ് ചെയ്യാനായിട്ട് മടിയൊന്നുമില്ല. എന്നാലും അവൻ പറഞ്ഞു പാച്ചു തനിയെ പല്ല് തേച്ചിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരുപാടധികം സംസാരിച്ച് നോക്കുക. അവർ ഒരുപാടധികം കാര്യങ്ങൾ ഭാവനയെന്നൊക്കെ എടുത്ത് പറയും. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ആക്ടിവിറ്റീസ് നമ്മളെ സഹായിക്കും. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് പല്ല് തേക്കാനൊക്കെ മോട്ടിവേഷൻ കൂടിയിട്ട് ഈ ബ്രഷ് തന്നെ എടുത്ത് പല്ല് തേക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ പാച്ചുവിനോട് ആൻറ്റിയെ പല്ല് തേപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ പാച്ചുവിന് പല്ല് തേക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ബ്രഷ് തന്നെ അവരുടെ കയ്യിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ബ്രഷ് എടുത്ത് തേക്കാതിരിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ആക്ടിവിറ്റി കണ്ട് ആദ്യം തന്നെ നിങ്ങൾ നെറ്റി ചുളിക്കരുത്. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും കയ്യിൽ നെയിൽ പോളിഷ് ഇടണം, അല്ലെങ്കിൽ നെയിൽ പോളിഷ് നമുക്ക് ഇട്ട് തരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ആ ആഗ്രഹം ചിലപ്പോൾ നമ്മൾ കൈയൊന്നും നീട്ടി കൊടുക്കൂല, നമ്മളുടെ കൈയൊക്കെ കേടാകുമെന്ന് ഓർത്ത്. അപ്പോൾ ആ ആഗ്രഹം അവർക്ക് മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളൊന്ന് ചെയ്യിച്ച് നോക്കൂ. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ നെയിൽ പോളിഷ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരത് മേത്താക്കോ കയ്യിലാക്കോ എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഫാബ്രിക് കളർ വെച്ച് ഈ ആക്ടിവിറ്റി ചെയ്യിക്കാം. അപ്പോൾ ഫാബ്രിക് കളർ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് കൈ കഴുകിയാൽ തന്നെ കയ്യിൽ നിന്ന് പൊക്കോളും. കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു ഷർട്ടിൻ്റെ ബോക്സിൻ്റെ ഒരു പാർട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യിക്കാം. കാർഡ്ബോർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യിക്കാതിരിക്കരുത് കേട്ടോ. കാർഡ്ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു വൈറ്റ് പേപ്പറിൽ വെറുതെ കയ്യിൻ്റെ പടം വരച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എത്ര പടം വേണമെങ്കിലും വരച്ച് കൊടുക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാം. ഇനി നിങ്ങൾ കാർഡ്ബോർഡിലാണ് വരയ്ക്കുന്നതെങ്കിൽ കയ്യിൻ്റെ അവിടെ ഒരു വെള്ള പീസ് പേപ്പർ വെട്ടി ഒട്ടിച്ചാൽ മതി. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുക. ആ പേപ്പർ അങ്ങോട്ട് കീറി കളഞ്ഞാലും മതി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ആദ്യം തന്നെ കൈവച്ച് ഇങ്ങനെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം. പിന്നെ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരു വെടിക്ക് 2 പക്ഷി 4 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് എൻഗേജ്ഡ് ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ എപ്പോൾ അവരോട് എന്ത് ചോദിച്ചാലും ചിലപ്പോൾ സംസാരിക്കാത്ത കുഞ്ഞുങ്ങളാണ്, റെസ്പോണ്ട് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കോ. അവർ ഒരുപാട് കാര്യങ്ങൾ പറയും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇരിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇരിക്കും. അപ്പോൾ ഞാൻ 2 കൈ ഇപ്പോൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നഖമൊക്കെ വരച്ച് കൊടുക്കാം. കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ വരച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എൻ്റെ അത്ര ഭംഗിയായിട്ടൊന്നുമില്ല. എനിവേ നമുക്കിതൊക്കെ തന്നെ മതി. നമുക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ അവർക്ക് ചെയ്യാനായിട്ട് അത്രയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കും. കാരണം ഈ കറക്റ്റ് നഖത്തുമ്മേൽ അടിക്കാനൊന്നും അവർക്ക് ശരിയായിട്ട് അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ ഞാനൊന്ന് കൈയൊക്കെ പിടിപ്പിച്ച് ചെയ്യിച്ചു കൊടുത്തു. പിന്നെ നിങ്ങളെ കാണിക്കുമ്പോൾ ഇത്രയും വൃത്തിയായിട്ട് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് പാച്ചു കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ ജസ്റ്റ് നെയിൽ പോളിഷ് അടിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക മാത്രമല്ല കേട്ടോ, നമുക്ക് എണ്ണം പഠിപ്പിക്കാം. ഇപ്പോൾ 10 വിരലുകൾ ആദ്യം കൈ പഠിപ്പിക്കാം, കൈ എന്നുള്ള വേർഡ് പഠിപ്പിക്കാം, വിരൽ പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നഖം പഠിപ്പിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പഠിപ്പിക്കാം. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ. ഞാൻ എല്ലാ വീഡിയോസിലും എടുത്ത് പറയുന്നതാണ്.
ഇനി നമുക്ക് ഈ സെയിം ആക്ടിവിറ്റിയിലൂടെ എണ്ണം പഠിപ്പിക്കാം, എത്ര വിരലുകളുണ്ടെന്ന് പഠിപ്പിക്കാം, ഇനി ഓരോ വിരലിലും ഓരോ കളർ അടിച്ചിട്ട് കളറുകൾ പഠിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ജസ്റ്റ് 2 കൈയിൻ്റെ പടം വെച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് നേരം ഇരുന്നോളും, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ടിവിറ്റീസിന് ഒരിക്കലും വില കുറച്ച് കാണരുത്. ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.